ഒരിക്കലും മറക്കത്തില്ല. ഞാൻ വീഡിയോയിൽ കാണുന്ന പോലൊന്നും അല്ല പറയാതിരിക്കുന്നത്. നിന്നെ ഇവിടെ ഈ വീട്ടിൽ എന്തൊക്കെ ചെയ്തു നീ പറഞ്ഞു? ആരുടെ കാലുമുണ്ട്. ഞാൻ തറ വീണായിട്ട് താമസം മാറി പോണോന്നോ അവൻ വാടക വീട്ടിൽ പോണോന്നൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. എടുത്തോണ്ടിരുന്നതാ. എന്തോ രണ്ടുപേരും ഒക്കെ കച്ചില്ല. ദാണ്ട ഒരാള് അതാ നമ്മുടെ പ്രവീണും പ്രണവുമായിട്ടുള്ള ഇഷ്യൂ ഭയങ്കരമായിട്ട് കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ്. ആകെ അവരുടെ അവസ്ഥ എന്ന് വെച്ചാൽ അവരുടെ ഫാമിലി മൊത്തത്തിൽ തകർന്നിരിക്കുന്ന അവസ്ഥയാണ്. ഞാൻ ഭയങ്കര ഷോക്ക്ഡ് ആണ് സത്യം പറഞ്ഞാല്. ഈ വീഡിയോ കുറച്ച് മുൻപ് നമ്മുടെ പ്രവീൺ പ്രണവ് എന്ന് പറയുന്ന ചാനലില് പ്രവീണും മൃദുലയും കൂടിയിട്ട വീഡിയോ കണ്ടപ്പോൾ ഭയങ്കര ഷോക്ക്ഡായി. ആ ഒരു വീഡിയോ കാണുന്ന സമയത്ത് ഞാൻ ആദ്യം വിചാരിച്ചത് അവസാനം വരെ ജസ്റ്റ് അവര് ഇരുന്നിട്ട് തന്നെ സംസാരിക്കണ വീഡിയോ ആയിരിക്കും എന്നാണ്. അത് മാത്രമല്ല അതിൽ നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞേക്കുന്നത്. ഭയങ്കരമായിട്ടുള്ള ഡൊമസ്റ്റിക് വയലൻസ് കാര്യങ്ങൾ അത്രയും മോശം രീതിയിൽ, അതായത് ഒരിക്കലും നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത കാര്യങ്ങളാണ് അവരുടെ ഫാമിലിയിൽ സംഭവിച്ചിരിക്കുന്നത്. അത് നമുക്ക് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. എന്തൊക്കെ വിഷയങ്ങളാണെന്ന് പറഞ്ഞാലും ഇവർ തമ്മിൽ ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും എന്തടിയാണെന്ന് പറഞ്ഞാലും എനിക്ക് ഫസ്റ്റ് കണ്ടപ്പോൾ തന്നെ പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പ്രവീണും പ്രണവും തമ്മിലുള്ള ഇഷ്യൂവിനേക്കാൾ കൂടുതൽ ഇവർ മൃദുലേനോട് കാണിച്ച കാര്യങ്ങൾ അത് നമുക്ക് എന്താ പറയുക, വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. ഒരു ഗർഭിണി ആയിരിക്കുന്ന ഒരു സ്ത്രീയോട് കാണിക്കുന്ന കാര്യങ്ങൾ ഇത്രയും മോശം രീതിയിൽ നേരിട്ടിട്ടും അത് പ്രണവ് കുറച്ചുകൂടി എന്താ പറയുക മെച്യൂറായിട്ട് അത് കൈകാര്യം ചെയ്തെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് കാണുന്ന സമയത്ത് ഞാൻ ഇത് ലീഗലായിട്ട് തന്നെ ഇങ്ങോട്ട് മുൻപോട്ട് പോകേണ്ടതായിരുന്നു എന്ന് ഞാൻ പറയും. അപ്പോൾ ഇതൊക്കെ പറയുന്നതിന് മുൻപ് നമുക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ പറയാൻ ഭയങ്കര ഷോക്ക്ഡ് ആണ് കേട്ടോ. ഇങ്ങനൊരു ഒരിക്കലും പ്രതീക്ഷിച്ചതേ അല്ല ഇവരുടെ ഭാഗത്ത് നിന്ന്. ഇവരുടെ ഇഷ്യൂസ് ഉണ്ടെന്ന് അറിയാം, പക്ഷെ നമ്മൾ ഇത്രയും വലിയ ഇഷ്യൂസ് ഉണ്ടാവും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ ബാക്കിയുള്ളവരുടെ മുൻപിൽ നമ്മൾ ഭയങ്കരമായിട്ട് ചിരിച്ച് കളിച്ച് ഭയങ്കര സ്നേഹം എന്നുള്ളൊരു ഇത് മോട്ടീവായിട്ട് കൊണ്ടുപോകുന്ന ആൾക്കാർ അവർ ശരിക്കും റിയൽ ലൈഫിൽ എന്താണ് എന്നുള്ളത് നമുക്ക് എന്താ പറയുക, നമുക്ക് ഇതാണ് നമ്മൾ പറയുന്നത്. നമ്മുടെ റീലും റിയലും വെമ്പേറെയാണ്. അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ഈ ഫാമിലി വ്ളോഗേഴ്സിനെ ആണെങ്കിലും എന്ത് വീഡിയോ കാണുമ്പോഴാണെങ്കിലും നമ്മളത് മനസ്സിലാക്കാൻ. സോഷ്യൽ മീഡിയയിൽ കാണുന്നതല്ല റിയൽ ലൈഫിലുള്ളത്. അപ്പോൾ അത് ഈ കാണുന്നവരും കമന്റ് ഇടുന്നവരുമാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതുപോലെ തന്നെ പറയാനുള്ള നമ്മുടെ പ്രവീണിന്റെ വീഡിയോ കുറച്ച് മുൻപ് വന്നതിലെ കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കണ്ടു നോക്കാം. എന്തായാലും വളരെ മോശം രീതിയിലുള്ള ഒരു അനുഭവം തന്നെയാണ് മൃദുല എന്ന ഒരു പെൺകുട്ടിക്ക് അവരുടെ ഭർത്താവിന്റെ ഗൃഹത്തിൽ വെച്ച് സംഭവിച്ചിട്ടുള്ളത്. അതിനി എന്തൊക്കെയാണെങ്കിലും അവർ വെച്ച തെളിവുകൾ വെച്ച് നോക്കുന്ന സമയത്ത് അത് വളരെയധികം മോശം എന്നേ പറയാനുള്ളൂ. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ ആണ് എന്നേ ഞാൻ പറയത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്തോളൂ. അപ്പോൾ എന്തായാലും നമുക്ക് പ്രവീണിന്റെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ അത് മാത്രം നമുക്കൊന്ന് കണ്ടു നോക്കാം. നിങ്ങൾ കേൾക്കണം, എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കേൾക്കണം. അത്രയും ഇതായിട്ടുള്ളൊരു ചാനൽ ഇനി ഇങ്ങനെയൊക്കെ ആയി എന്നുള്ള കാര്യത്തിൽ വളരെ സങ്കടമുണ്ട്. ഒരിക്കലും ഇങ്ങനെ ആവുമെന്ന് പ്രതീക്ഷയല്ല കേട്ടോ. മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇപ്പോൾ കൊച്ചുവിൻ്റെ സൈഡിൽ നിന്ന ഒരു റിയാക്ഷനാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഈ മാറ്ററോട് വിട്ടേ. എനിക്കിത് കൊണ്ട് തുറന്നുകൊണ്ട് പോയ താല്പര്യമില്ല. ഞാൻ നിങ്ങൾക്കറിയാം ആ വീഡിയോയിൽ ഞാൻ അവരാരെ കുറ്റപ്പെടുത്തിയിട്ടില്ല. എനിക്ക് അഡ്രസ്സിൽ നിന്നുള്ള കാര്യം പറയുന്നു, അത് സത്യമാണ്. അതിൽ അപ്പോൾ ഇതിന്റെ എല്ലാം തുടക്കം എന്ന് പറയുന്നത് അഡ്രസ് ഇല്ല എന്ന് പ്രവീൺ ഒരു ക്ലാരിഫിക്കേഷൻ എക്സ്പ്ലനേഷൻ വീഡിയോ ആദ്യം ഇടുന്നു. ഒരുപാട് കമന്റ്സുകളും കാര്യങ്ങളും വന്നതോടെ. പക്ഷെ ഞാൻ എന്തുകൊണ്ടാണ് ആദ്യം തന്നെ പ്രവീൺ ഭയങ്കര മെച്യൂർഡ് ആയിട്ടാണ് ഇത് കൈകാര്യം ചെയ്തതെന്ന് പറയാനുള്ള ഒരു കാരണം, ഇവർക്കെതിരെ ഇത്രയും അതിക്രമങ്ങൾ കാര്യങ്ങൾ ഉണ്ടായിട്ടും ഇവർ ആദ്യത്തെ വീഡിയോയിൽ എവിടെയും അച്ഛനെയും അമ്മേനെയും അനിയനെയും കുറ്റം പറഞ്ഞുകൊണ്ട് വന്നിട്ടില്ല. എൻ്റെ അനിയനാണ്, എൻ്റെ അമ്മയാണ്, എൻ്റെ അച്ഛനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ വന്നേക്കുന്നത്. പക്ഷെ പിന്നീട് അത് കഴിഞ്ഞിട്ട് രണ്ടാമത് ഈ കൊച്ചും അവരുടെ അച്ഛനും അമ്മയും കൂടി ഇട്ട വീഡിയോയില് തികച്ചും പ്രവീണിനെയും അതുപോലെ തന്നെ മൃദുലേനെ മോശമാക്കിക്കൊണ്ടുള്ള രീതിയിലാണ് അവർ സംസാരിച്ചത്. ഇൻഡയറക്റ്റ് ആയിട്ട് മൃദുലക്കെതിരെ പറയണത് പോലെയാണ് ഫീൽ ചെയ്തത്. അത് കഴിഞ്ഞ പിന്നെ കൊച്ചുവിൽ ഭയങ്കര സബ്സ്ക്രൈബർ കയറി. പെട്ടെന്ന് മൃദുലക്ക് സൈബർ അറ്റാക്ക് എന്ന് പറഞ്ഞ സൈബർ അറ്റാക്ക് ആയിരുന്നു. വളരെ മോശം രീതിയിലുള്ള കമന്റുകൾ മൃദുലക്കെതിരെ. മൃദുല വന്ന് കയറിയാൽ പിന്നെയാണ് എന്നും പറഞ്ഞുകൊണ്ട് വളരെ മോശമാണ് സത്യം പറഞ്ഞാൽ. അങ്ങനെ കമന്റ് ഇടുന്ന ആൾക്കാരുടെ മെന്റാലിറ്റി എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒന്ന് കേട്ട് രണ്ടാമതിന്
ഇനി എന്തൊക്കെ വീട്ടിലെ പ്രശ്നങ്ങൾ ഉണ്ടായാലും വന്ന് കയറിയ പെണ്ണിന്റെ കുഴപ്പമാണെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പോയിട്ട് ഇങ്ങനെ കമന്റ് ഇടുന്ന ആൾക്കാരുടെ മെന്റാലിറ്റി കൂടി നമുക്ക് പരിശോധിക്കേണ്ടി വരും. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഇവർ പറയുന്നത് കൊച്ചു വീഡിയോ ഇട്ടത് കൊണ്ടാണ്. അത് സത്യമാണ്. കൊച്ചു എന്ന് പറയുന്ന വ്യക്തി വന്നിട്ട് ഇവർക്കെതിരെ ഭയങ്കര മോശം രീതിയിൽ പറഞ്ഞു, ഇവരെ അല്ലെ ഇവർക്കെതിരെ ഭയങ്കരമായിട്ട് പറഞ്ഞു. അപ്പോൾ അവർക്കത് കൊണ്ടു. മൃദുലക്ക് ഭയങ്കര സൈബർ അറ്റാക്ക് വന്നു. അപ്പോൾ ഇവരത് തിരിച്ചിട്ട് ഇവരുടെ കയ്യിലുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഇവർ വീഡിയോ ഇടുന്നത്. ഇത് കഴിഞ്ഞ ശേഷം ഇനി നമുക്ക് നോക്കാനുള്ളത്, ഇവരുടെ വീഡിയോയിൽ വ്യക്തമായിട്ട് ഇന്നലെ കൊച്ചുവിന്റെ അവരിട്ട വീഡിയോയിൽ പറയുന്നുണ്ട്, അച്ഛനും അമ്മയും പറയുന്നുണ്ട് എവിടെയും, അതായത് ഇവനോട് ഇറങ്ങിപ്പോകാൻ അഡ്രസ് ഇല്ല എന്ന് പറഞ്ഞൊരു കേസിൽ എവിടെയും ഞാൻ ഇറങ്ങിപ്പോണമെന്നോ അങ്ങനെയുള്ള കാര്യങ്ങൾ എവിടെയും പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അത് കുറച്ച് ക്ലിപ്പ് അവർ പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. എല്ലാരും മുമ്പിൽ അമ്മായിയമ്മ ഭയങ്കരയാണ്, എന്റെ അമ്മ അങ്ങനല്ല എന്ന് എനിക്ക് നല്ലതുപോലെ എനിക്കറിയാം. എന്നിട്ട് ഒരു ഇത്രയും നേരമായി, ഇപ്പൊ മണി 4ആയി, ഒരു ആഹാരം കഴിച്ചിട്ടില്ല, കഴിക്കാൻ പറ്റുന്നില്ല. അവരെന്തിനാ അത് പറഞ്ഞത്? അവന്റെ അടുത്ത് പറഞ്ഞത് നീ അങ്ങനെ പറയില്ലേ, അത് തെറ്റാണ്. അവന്റെ അടുത്ത് ഇവിടെ ഈ വീട്ടിൽ നിന്ന് താമസം മാറി പോണോന്നോ അവൻ വാടക വീട്ടിൽ പോണോന്നൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. ഇവിടുത്തെ അഡ്രസ്സ് കൊടുക്കരുത്, നീ കുഞ്ഞിന് ഇവിടുത്തെ അഡ്രസ്സ് കൊടുക്കരുതെന്ന് ഞാനോ അച്ഛനോ അമ്മയോ ആരും പറഞ്ഞിട്ടില്ല. അത് അവന്റെ വീടാണിത്, ഇത് ഇവന്റെ വീടല്ലേ. ഇവൻ ഇവിടെ ഒന്ന് താമസിക്കുന്നത് എന്താ ബുദ്ധിമുട്ട്? ഞങ്ങൾക്ക് ഈ വീടിന്റെ ആവശ്യം എന്താ? ഞങ്ങളുടെ ഓർമ്മയ്ക്ക് വേണ്ടി ഞങ്ങൾ താമസിച്ച വന്ന വഴി മറക്കാരി ഒരു കുഞ്ഞു വീട് അവിടെ ഇട്ടുണ്ട്. അതിന്റെ ബാക്കി അത് എനിക്കെന്തിനാ ഇത്രയും വലിയ, എനിക്ക് ഓക്കും താമസിക്കാൻ എന്തിനാ ഇത്രയും വലിയ വീടാ? ഇതേ ആളുടെ തന്നെ പ്രവീൺ ഇട്ടൊരു വോയിസ്, അതായത് പ്രവീണ് അച്ഛൻ ഇവരോട് ഇറങ്ങിപ്പോകാൻ പറയുന്ന വോയിസ് കൂടി നമുക്കൊന്ന് കേട്ടിട്ട് വരാം. കാരണം ഇവർ കഴിഞ്ഞ ദിവസമാണ് വന്നിട്ട് വീഡിയോയിൽ പറഞ്ഞത്, ഞാൻ അച്ഛനും അമ്മയും മകനും, അതായത് കൊച്ചു അടക്കം വന്ന് പറയുന്നത് ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല ഇങ്ങനൊരു കാര്യം, അവരോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞിട്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ പ്രവീൺ ഇട്ട വീഡിയോയിൽ വ്യക്തമായിട്ട് ചീത്ത വിളിച്ചിട്ട് മൃദുലേനെ അടക്കം വളരെ മോശം രീതിയിൽ പറഞ്ഞിട്ട്, ഒരിക്കലും എന്താ പറയുക, നമ്മുടെ ഒരു കല്യാണം കഴിഞ്ഞ വീട്ടിൽ നിന്ന് ഒരു പെൺകുട്ടിക്ക് ഒരിക്കലും ഇങ്ങനെ ഉണ്ടാവരുത് എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് മൃദുലക്ക് സംഭവിച്ചത്. അത് നമുക്കൊന്ന് കേട്ടിട്ട് വരാം. എന്തായാലും അച്ഛൻ ഇവിടെ ഭയങ്കര നിഷ്കളങ്കനായിട്ടാണ് ഇരിക്കണത് ഈ വീഡിയോയിൽ. പക്ഷെ ഈ ഒരു വീഡിയോ ക്ലിപ്പിൽ വളരെ മോശം രീതിയിലുള്ള ആളുടെ സ്വഭാവമാണ് നമ്മൾ കാണുന്നത്. കണ്ടിട്ട് വരാം. അന്നെടുത്ത് കാല് കുത്തി അങ്ങ് എന്റെ കുടുംബത്തിൽ എന്റെ കുടുംബം ഇല്ലാതായി. ഞാൻ പറയുന്നു എവിടെ പോകുന്നു, ഇവിടെ ആത്മഹത്യ പോകുന്നു. ആ ഇല്ല, ഇവിടെ പറ്റൂല, അല്ലെങ്കിൽ ഞാൻ പറയും പോകുന്നു. ആ ഇവിടെ പറ്റൂല, ഇവിടെ കേൾക്കൂല, അല്ലെങ്കിൽ എനിക്ക് പറയാൻ എനിക്ക് കുറേ കാര്യങ്ങൾ. നീ ഇവിടെ വീഡിയോ എടുക്കുന്ന പോപ്പ് പറയുന്നത് എത്ര ഫോണിന്റെ വാർത്തയിലേക്കുണ്ട്. ഓ നിന്നെ വീഡിയോ പോയിരിക്കുന്നു. അയ്യോ നമ്മൾ ആമാന്യം വെച്ചിട്ട് ഫോൺ കൊടുക്കുന്നത് ഇവിടെ കുത്തിക്കുന്നത് ഇതില് വളരെ മോശം രീതിയിൽ മൃദുലേനെയാണ് പറയുന്നത്. നീ വന്ന് കേറിയ പിന്നെയാണ് എന്റെ കുടുംബം തകർന്നത് എന്നുള്ള രീതിയിൽ ഒരു പെണ്ണിന് സഹിക്കാൻ പറ്റുന്നതിനപ്പുറം, അതും ഗർഭിണിയാണെന്ന് ഓർക്കണം. ഒരു എന്താ പറയുക, ഗർഭിണിയാണെന്ന് മാത്രമല്ല, പ്രസവിക്കാൻ 4-5 ദിവസം മാത്രം ബാക്കി നിൽക്കുകയാണ് ആ ഒരു വ്യക്തിന് ഇത്രയും മോശം രീതിയിൽ. നമുക്കറിയാം മൃദുല പ്രസവിക്കുന്ന സമയത്ത് വാട്ടർ ബ്രേക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് അവിടെ അഡ്മിറ്റ് ആകും കാര്യങ്ങളൊക്കെയാണ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് ചിലപ്പോൾ അതിനുള്ളൊരു കാരണം സത്യം പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇതൊക്കെ ആണോ, ചിലപ്പോൾ ആയിരിക്കാം അല്ലേ. അപ്പൊ ഇത് സത്യം പറഞ്ഞാൽ ഞാനൊരു കാര്യം പറയും, ഇത് വീഡിയോ ഫസ്റ്റ് കാണുന്ന സമയത്ത് എൻ്റെ കണ്ണിൽ നിന്ന് നന്നായിട്ട് കണ്ണീര് വന്നായിരുന്നു. അതെന്താണെന്ന് കാരണം എന്ന് വെച്ചാൽ, നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ, എന്താ പറയുക, ഒരു ഗർഭിണി ആയിരിക്കുന്ന സമയത്ത് അവരുടെ ഭർത്താവിന്റെ വീട്ടിൽ ഇത്രയും മോശം രീതിയിൽ മൃദുല കല്യാണം എന്നൊക്കെ കണ്ടപ്പോൾ വളരെ മോശം രീതിയിൽ
എന്താ പറയണത്, നമുക്കത് സത്യം പറഞ്ഞാൽ എനിക്കത് ഭയങ്കരമായിട്ട് ഫീലായി. ഇനി എന്തോ ആയിക്കോട്ടെ, ഇവർ എന്ത് തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഇനി എന്ത് ആ കാര്യങ്ങളായിക്കോട്ടെ, പക്ഷെ ഒരു കുട്ടിയുണ്ട് വയറ്റിൽ. ആ ഒരു സമയത്താണ് ഈ മൃദുലയുടെ അടുത്ത് ഇങ്ങനെ ഇത്രയും മോശം രീതിയിൽ ആ ഒരു ചവിട്ടീന്ന് വരെ പറയുന്നുണ്ട് വയറിന്. ആ ഒരു ഇവരുടെ അമ്മ പ്രവീണിന്റെയും പ്രണവിന്റെയും അമ്മ എന്ന് പറയുന്ന വ്യക്തി പോലും കണ്ടിട്ട് നോക്കിയില്ല എന്ന് പറയുന്നുണ്ട്. അവരുടെ 2 മക്കളാണ്, അവർ പ്രസവിച്ച ആൾക്കാരാണ്, അവരുടെ 2 മക്കളാണ് ഇവരെയാണ് ഇവരിങ്ങനെ ട്രീറ്റ് ചെയ്യുന്നത്. അവര് കല്യാണം കഴിച്ച് കൊണ്ടുവന്ന മോളാണ്. എന്നിട്ട് എനിക്ക് എന്ത് പറയണമെന്ന് അറിയൂടാ സത്യം പറഞ്ഞാൽ. അത്രയും മോശം രീതിയിൽ ഭയങ്കര ഇമോഷണലായി ഞാൻ ഈ വീഡിയോ കണ്ടപ്പോൾ. സത്യം പറഞ്ഞാൽ അതുകൊണ്ടാണ് വീഡിയോ ചെയ്യാൻ വരെ ഇത്രയും ടൈം എടുത്തതെന്ന് പറയാം. കാരണം ഇത് എന്ത് പറയും നമ്മൾ, ഇത് ഭയങ്കര ഡൊമസ്റ്റിക് വയലൻസും കാര്യങ്ങളുമാണ്. നമ്മൾ വിചാരിക്കണതിന് അപ്പുറമാണിത്. നമ്മൾ എന്താ പറയണത്, ഒരിക്കലും ഞാൻ ഭയങ്കര ഷോക്ക്ഡായിപ്പോയി ഇവരുടെ വീഡിയോ കണ്ടപ്പോൾ. ഒരിക്കലും ഇത്രയും ഒന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. നമ്മൾ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ എല്ലായിടത്തും ഉള്ള പോലെ എന്നേ പ്രതീക്ഷിച്ചു, പക്ഷെ ഇത് എല്ലായിടത്തും ഉള്ള ഒരു പ്രശ്നമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ പക്ഷെ ഇതുപോലുള്ള പ്രശ്നങ്ങൾ അനുഭവിച്ചവർ ഒരുപാട് പേര് കമന്റുമായിട്ട് ഇവരുടെ വീഡിയോന് താഴെ വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റിയെന്നും പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വന്നവരും ഉണ്ട്. അപ്പോൾ ഇതില് ഇനി നമ്മൾ അച്ഛന്റെ വോയിസ് കേട്ടു. അടുത്തതായിട്ട് നമുക്ക് ഇവരുടെ അമ്മേനെ പറ്റി പറയുന്നുണ്ട്. അതായത് അമ്മ ഭയങ്കര നിഷ്കളങ്കിയായിട്ടാണ് വീഡിയോയിൽ വന്നിരിക്കുന്നത്. നമ്മൾ കണ്ടതാണെങ്കിലും ഭയങ്കര നിഷ്കളങ്കിയായിട്ടാണ് അമ്മേനെ വീഡിയോയിൽ കാണുന്നത്. പക്ഷെ ഇവർ പറയണ കുറച്ച് കാര്യങ്ങൾ എന്നിട്ട് ഇവരിതില് അമ്മയുടെ വോയിസ് കൊടുത്തേക്കുന്നുണ്ട്. അമ്മ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട്. അതായത് ഇപ്പം കുറച്ച് മുമ്പ് നമ്മൾ കൊച്ചും അമ്മയും അച്ഛനും കൂടി ഇരുന്ന വീഡിയോയില് അവർ വ്യക്തമായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ എവിടെയും പറഞ്ഞിട്ടില്ല ഇറങ്ങിപ്പോവാൻ എന്നാണ്. പക്ഷെ ഇവര് കൊടുത്ത ഒരു വോയിസ് ക്ലിപ്പ് ഉണ്ട്, അത് നമുക്കൊന്ന് കേട്ടിട്ട് വരാം. ഇത് മുരുകൻ ഉണ്ടാക്കിയിട്ട വീടല്ല, ഞാൻ ഉണ്ടാക്കിയിട്ട വീടാ. നാണമില്ല ഇവിടെ ഇരിക്കാൻ, ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവും. അച്ഛൻ മാത്രമല്ല ഇറങ്ങിപ്പോകാൻ പറഞ്ഞത്, അമ്മയും പറയുന്നുണ്ട്. അതിന്റെ വോയിസ് ക്ലിപ്പ് കേൾപ്പിച്ചു തരാം. ഞാൻ പിന്നെ എന്തിനു വിളിക്കണം അവള്? അവളാണ് ഈ വീട്ടിൽ ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയത്. നിന്റെ പെണ്ണുമ്പള നല്ല പുള്ളിയൊന്നും അല്ല. അവളെ അടിച്ചെന്നാ, അവൻ ചീത്ത വിളിച്ചു കാണുമായിരിക്കും. അവളെ അടിച്ചെന്ന് ആരടിച്ച്? വേറെ വല്ലവരും ആയിരുന്നെങ്കിലും അവൾക്ക് അടിയും കൊടുത്ത് പറഞ്ഞു വിടണമായിരുന്നു. ആ മാതിരിയുള്ള തോന്നിയ ദിവസം അവളോട് കയറി. ഇനി മേല അവള് ഈ വീടിന്റെ അകത്ത് കയറാൻ പറ്റില്ല. നീയും കയറണ്ട. നീ എവിടെയാന്ന് വെച്ചോ താമസിച്ചോ. ഇനി മേല നിനക്ക് ചടയമംഗലത്ത് ഇവിടെ നിന്റെ അമ്മയോ നിനക്ക് അച്ഛനോ നിനക്ക് അനിയനോ ഇല്ല. നിനക്ക് കൂടപ്പറപ്പും ഇല്ല, ആരുമില്ല. അപ്പൊ എനിക്ക് വീടുണ്ടില്ലേ മുതലേ? അവരാണ് പറയുന്നത് നിനക്ക് അഡ്രസ്സും ഉണ്ട്, നിനക്ക് വീടും ഉണ്ട്. സത്യം പറഞ്ഞത് കേൾക്കണ സമയത്ത് ഭയങ്കര ഷോക്ക്ഡാണ്. അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. കാരണം ഇവരുടെ ഇത്രയും നാള് വീഡിയോയിൽ ഇങ്ങനെ ഇരുന്ന ഒരു അമ്മയാണോ ഇങ്ങനെയൊക്കെ പറയണേന്ന് സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് അൺഎക്സ്പെക്റ്റഡ് ആയിപ്പോയി ഭയങ്കരമായിട്ട്. അപ്പോൾ ഇവരുടെയൊക്കെ സത്യം പറഞ്ഞ ഇതാണ് ഞാൻ പറയുന്നത്, സോഷ്യൽ മീഡിയയിൽ കാണുന്ന കാര്യങ്ങളൊന്നും അല്ല, ശരിക്കുള്ള റിയൽ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ. അപ്പൊ ഇവർ പറയുന്ന കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട്, അതുകൂടി ഒന്ന് കേട്ടു നോക്കാം. വീഡിയോയിൽ പറയുന്ന ഒരു കാര്യമാണ്, ബർത്ത്ഡേയിൽ നമ്മൾ അവരെ വ്ലോഗിൽ വീഡിയോ എടുത്തില്ലെന്ന്, ബർത്ത്ഡേക്ക് വന്ന് പുറത്ത് നിൽക്കുന്നു എന്നുള്ളത്. ആൾറെഡി നമ്മൾ കേക്ക് കട്ട് ചെയ്തതിന് ശേഷമാണ് അവർ വന്നത്, അത് ഒന്നാമത്തെ കാര്യം. പിന്നീട് എന്തുകൊണ്ട് വീഡിയോ എടുത്തില്ല എന്നുള്ള കാര്യം ഞാൻ ഇപ്പം പറഞ്ഞുതരാം. അതിൻ്റെ ഒരു വോയിസ് ഞാൻ കേൾപ്പിച്ചു തരാം. ഇനി മേല ഞങ്ങൾക്കുള്ള വീഡിയോ നിന്റെ ചാനലിൽ ഇടരുത്. നീ എവിടെയാന്ന് വെച്ചാൽ നിന്നോ. നീ ഞങ്ങളെ ഇനി വിറ്റ് നീ പൈസ ഉണ്ടാക്കരുത്. ഇനി ഞങ്ങൾക്കുള്ള വീഡിയോ നീ ഇടരുത്, നിന്റെ ചാനലിൽ ഇടരുത്. ഇഷ്ടമുള്ള കാര്യമല്ല. ഓക്കെ, അപ്പം അവർ തന്നെയാണ് പറഞ്ഞത് അവരുടെ വീഡിയോ ഈ ഒരു ചാനലിൽ ഇടരുത് എന്നുള്ളത്. മനസ്സിലായില്ലേ? അപ്പം ഞാൻ എങ്ങനെയാണ് അവരുടെ വീഡിയോ എടുക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അവർ തന്നെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഇനി നമ്മളെ വീഡിയോ ഇനി ഇടരുത്. കാറിൽ കയറിയിരുന്ന് എങ്ങോട്ട് പോണം അറിയാത്തൊരവസ്ഥ. പ്രത്യേകിച്ച് അപ്പോ ഇവരുടെ അമ്മ തന്നെ പറയാണ്, നിങ്ങളെല്ലാവരും കമന്റ് ബോക്സിൽ ഒരുപാട് പേര് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, എന്തുകൊണ്ടാണ് ഇവർ ഒരുമിച്ച് വീഡിയോ ഇല്ലാത്തതെന്നും. അവരുടെ അമ്മ തന്നെ പറയുന്നുണ്ട് നമ്മൾ ഒരുമിച്ചുള്ള വീഡിയോ ഇടരുത് എന്ന്. അപ്പോൾ ഇവർക്ക് ഇടാനും പറ്റത്തില്ല, അതുകൊണ്ടാണ് അവർ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാത്തത് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ കുട്ടീനെ കാണാൻ എന്തുകൊണ്ട് എന്താ പറയാ ഇവര് കുട്ടീനെ അവരെ കാണിച്ചില്ല, അങ്ങനെ ഒരുപാട് കമന്റ്സ് ആയിരുന്നു. ഭയങ്കരമായ കമന്റ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇവർക്കെതിരെ വന്നുകൊണ്ടിരുന്നത്. അതായത് ഇവര് അമ്മേനെ അച്ഛനെ നോക്കാതെ വന്ന് നിന്നിട്ട് ഇവിടെ ഇതാക്കുവാണെന്നൊക്കെ. അതിനൊക്കെയുള്ള ഉത്തരം പ്രവീൺ അതിൽ പറയുന്നുണ്ട്. അതായത് ഞാൻ രാവിലെ വിളിച്ചതാണ് കുട്ടീനെ കാണാൻ വരാൻ വേണ്ടിയിട്ട്, പക്ഷെ അവര് വൈകുന്നേരം എല്ലാവരും കൂടി ആലോചിച്ച് വരണോ വരണ്ടേന്നൊക്കെ ആലോചിച്ച് വന്നു. മൃദുലേനോട് മിണ്ടിയിട്ട് കൂടിയില്ല. പ്രസവിച്ച് കഴിഞ്ഞ് വന്നിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് കണ്ടിട്ട് പോലും കുട്ടീൻ്റെ അടുത്തിരുന്ന് ഫോട്ടോസും വീഡിയോസും എടുത്തിട്ട് ഇവരോടൊന്നും സംസാരിക്കാതെ അവരങ്ങ് പോയി എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ കണ്ട ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇവര് എല്ലാവരും എന്താ പറയണത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട്, സബ്സ്ക്രൈബേഴ്സിനെ കാണിക്കാൻ വേണ്ടിയിട്ട് അവരെടുത്ത ഫോട്ടോസും വീഡിയോസും ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണേ. അതായത് ഇതേപോലെ തന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യമാണ്, എന്താന്ന് വെച്ചാൽ
വളകാപ്പ് വീഡിയോ നമുക്ക് കുറച്ച് ദിവസം മുൻപുള്ള അല്ല ഇവരുടെ ഈ ഒരു മൃദുലേന്റെ വളകാപ്പ് വീഡിയോ ഉണ്ട്, അത് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. അതാ ഞാൻ വിചാരിച്ചു കണ്ണിൽ എന്തെങ്കിലും പോയതായിരിക്കും ആദ്യം വീഡിയോ എടുത്തോണ്ട്. എല്ലാരും കഴിച്ചേട്ടാ. ഇല്ല, അമ്മ കഴിച്ചില്ലേ? അപ്പൊ നമ്മളത് ഇപ്പോഴാണ് കഴിക്കുന്നത്. നാളെ ഇനി വരൂ. എനിക്ക് വിഷമുണ്ട് സത്യത്തിൽ. വിഷമുണ്ട് സത്യത്തിൽ. നീ ഇപ്പൊ ഇവരെ കുറച്ചുപേരും കൊണ്ട് അങ്ങോട്ട് വരണം. ആ, അങ്ങനെ ചടങ്ങുണ്ടോ? ഇരട്ടിക്കയിൽ നീ തെമ്മലറിയപ്പോ പോട്ടി വരും. അച്ഛൻ വരും. മൃദുല, ഞാൻ ചന്ദനമൊക്കെ തുളച്ചോളാം ചേട്ടാ. നമ്മുടെ ഫംഗ്ഷൻ നൈസ് അല്ലായിരുന്നു. ഫംഗ്ഷൻ നൈസായിരുന്നു. ഇവിടെ വീഡിയോ എടുത്തോണ്ടിരുന്നതാ. എന്തോ രണ്ടുപേരും ഒക്കെ കരച്ചില്ല. ദാണ്ട ഒരാള് അതാ ഈ വളകാപ്പ് വീഡിയോയില് ഇവര് ഭയങ്കര ഇമോഷണൽ ആയിട്ട് രണ്ടാളും കരയുന്നുണ്ട്. ഈ കൊച്ചു ആണെങ്കിലും ഭയങ്കരമായിട്ട് കരയുന്നു. ഇതൊക്കെ കാണുന്ന സമയത്ത് ഇതൊക്കെ കണ്ട നമ്മൾ ആരായി, അല്ലെങ്കിൽ ഇതൊക്കെ കണ്ട സബ്സ്ക്രൈബേഴ്സ് ആരായി എന്നാണ് എനിക്കിപ്പോൾ ചോദിക്കാനുള്ളത്. നല്ല പ്യുവർ ആയിട്ടുള്ള അഭിനയമായിരുന്നു എന്നാണ് ഇവർ പറഞ്ഞു വെക്കണത്. ഇത്രയും നാൾ ഇവർ നല്ല വൃത്തിക്ക് അഭിനയിക്കുമായിരുന്നു, അല്ലാതെ ഇവർ തമ്മിലൊരു ഇമോഷണൽ ആയിട്ടോ ഒരു ബന്ധമോ കാര്യങ്ങളോ ഇല്ല. ആ വീട്ടിൽ എങ്ങനെയല്ലോ കൂടിയിട്ടാണ് ഇവർ കഴിഞ്ഞിരുന്നതെന്നാണ് പറയുന്നത്. അപ്പൊ ഈ കാണുന്ന കൊച്ചു ഇങ്ങനെയല്ല, അതുപോലെ തന്നെ ഇവരുടെ അച്ഛനും അമ്മയും ഇങ്ങനെയേ അല്ല എന്നാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. മൃദുലേന്റെ അടുത്ത് കാണിച്ചത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അതിനി എന്തൊക്കെ ഇനിയിപ്പോ കൊച്ചുവിന്റെ ഭാഗത്തുനിന്നും അവരുടെ ഭാഗത്തുനിന്നും ഒരു വീഡിയോ വരുമായിരിക്കും. പക്ഷെ വന്നാലും ഇനി അവരെന്തൊക്കെ കാണിച്ചാലും ഇവർ ഈ പറഞ്ഞ തെളിവുകൾ അല്ലെങ്കിൽ ഇവർ ഈ പറഞ്ഞതും വെച്ച് നോക്കുന്ന സമയത്ത് ഒരിക്കലും ഒരു കല്യാണം കഴിഞ്ഞു കൊണ്ടുവന്ന് എന്താ പറയാ. പക്ഷെ അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, പ്രവീൺ ഇപ്പോഴും മൃദുലയുടെ കൂടെ നിൽക്കുന്നുണ്ട്. നല്ല രീതിയിൽ അവരുടെ അടുത്ത് ഇത്രയും ഇതായിട്ടാണെങ്കിൽ പോലും നോക്കുന്നുണ്ട്. പക്ഷെ പ്രവീണിന് പറ്റിയൊരു അബദ്ധം എന്താന്ന് വെച്ചാൽ, ആദ്യം തന്നെ മോശം രീതിയിലുള്ള അനുഭവങ്ങൾ ഇവരുടെ അച്ഛൻ്റെ അമ്മയുടെയും ഭാഗത്തുനിന്നും വരുന്ന സമയത്ത് തന്നെ ഇവർക്ക് സ്വന്തമായിട്ട് വീടെടുത്തിട്ട് ഇവർ വേറെ രീതിയിൽ പോവുമായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഇവർക്ക് ഈ സത്യം പറഞ്ഞാൽ മൃദുലക്കാണെങ്കിലും വരില്ലായിരുന്നു. ഇവരുടെ ഭാഗത്ത് നിന്ന് സത്യം പറഞ്ഞാൽ ഇത്രയും മോശം രീതിയിലുള്ള അനുഭവങ്ങൾ വരുന്നുണ്ട് എന്ന് കാണുന്ന സമയത്ത് തന്നെ ഇവർ മാറണമായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഈ പണ്ടത്തെ ആൾക്കാർ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരുപോലെ ആയിരിക്കത്തില്ല. അവരുടെയൊക്കെ മനസ്സിൽ ഇങ്ങനെ എന്താ പറയുക, വന്ന് കയറിയ പെണ്ണ് വന്നാൽ എൻ്റെ മകനോടുള്ള സ്നേഹം പോയി, മകന് ഞങ്ങളെ വേണ്ട, ഇങ്ങനെ എന്താ പറയുക. ചില ആൾക്കാർക്കൊക്കെ ഭയങ്കരമായിട്ട് ഈ സീരിയലൊക്കെ കാണുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അവരൊക്കെ ഇങ്ങനെ ഈ സീരിയൽ നോക്കി നമുക്കറിയാലോ, അത് അവർ വെറുതെ ഇങ്ങനെ ഓരോ കഥ ഇങ്ങനെ നീട്ടി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാക്കും. പക്ഷെ ഇതൊക്കെ കണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, ഇഷ്ടംപോലെ ആൾക്കാർ. ഇപ്പൊ ഇതൊക്കെ കണ്ടത് ജീവിതമാണ്, ഞങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ അതേപോലെ കൊണ്ടുവരുന്ന ആൾക്കാരൊക്കെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ പണ്ടത്തെ ആൾക്കാരുടെ എന്താ പറയാ ചില ചിന്താഗതികൾ, അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് ഉണ്ട് എന്നാണ് തോന്നുന്നത്. അപ്പൊ അങ്ങനെയുള്ള വീടുകളിൽ സത്യം പറഞ്ഞ കല്യാണം കഴിഞ്ഞ് പോകുന്ന സമയത്ത് അവിടുന്ന് മാറിയിട്ട് ഒരു കൂട്ടുകുടുംബത്തിൽ നിൽക്കാതെ സ്വന്തമായിട്ട് ഭാര്യയും ഭർത്താവോ അല്ലെങ്കിൽ ആ രീതിയിൽ പോയിട്ട് അവർ താമസിക്കുകയും അവരുടെ ലൈഫ് നോക്കണമെന്നാണ് നല്ലത്. അതായത് ഇവർ ബന്ധങ്ങൾ എപ്പോഴും നഷ്ടപ്പെടാതിരിക്കാൻ അത് തന്നെയാണ് നല്ലത്. കാരണം ഡിസ്റ്റൻസിൽ നിൽക്കുമ്പോഴാണ് കുറച്ചും കൂടി എന്താണ് ബെറ്റർ ആയിട്ട് ബന്ധങ്ങൾ ഇതാക്കാൻ പറ്റുക. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായാൽ മതി, അതിന്റെ പേരിൽ പിന്നെ എപ്പോഴും അടിയും പിടിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പൊ ഇവിടെ മൃദുലേന ചെയ്ത കാര്യങ്ങൾ എന്ന് പറയുന്നത് എല്ലാവിടെയും നടക്കുന്ന കാര്യങ്ങളൊന്നും അല്ല. പക്ഷെ അത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. എന്തായാലും എനിക്ക് ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിനുള്ള തെളിവുകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഇത് ലീഗലി തന്നെ പോകണം തന്നെയാണ്. കാരണം എന്തൊക്കെ അച്ഛനാണ് അമ്മയാണെന്ന് പറഞ്ഞാലും ശരി, അവരാലോചിക്കണമായിരുന്നു. അവരും പ്രസവിച്ച് കുട്ടികളായി, അവരുടെ കുട്ടികളാണ്, അവരുടെ കുട്ടികളുടെ കുട്ടി എന്നൊക്കെ പറയുന്നത് അവരുടെ സ്വന്തം എന്നുള്ള രീതിയിൽ കാണാതെ അവര് ഒരു പ്രസവിക്കണ ഒരാളെ എനിക്കറിയൂട 5 ദിവസം മുമ്പ് വരെ ചവിട്ട് കിട്ടി എന്ന് പറയുമ്പോൾ എന്താണ് അവസ്ഥ. നമുക്ക് മൃദുലയുടെ ആ ഒരു വീഡിയോ കൂടി കാണാം. അത് കണ്ടിട്ട് സത്യം പറഞ്ഞാൽ ഭയങ്കര ഇമോഷണൽ ആയിപ്പോയി. സഹിക്കാൻ പറ്റാത്ത രീതിയിലാണ് ഭയങ്കരമായിട്ട് മൃദുലയും അതുപോലെ തന്നെ നമ്മുടെ പ്രവീണിനെ ഉപദ്രവിച്ചിട്ട് അവർ കരയുന്നൊക്കെ ഉണ്ട്. നമുക്ക് അതൊന്ന് കണ്ടിട്ട് വരാം. ഗർഭിണിയായിട്ട് നിന്നെ ഇവിടെ ഈ വീട്ടിൽ എന്തൊക്കെ ചെയ്ത് നീ പറഞ്ഞു? ആരുടെ കാലുമുണ്ട്, ഞാൻ തറ വീണായിട്ട് എനിക്ക് അച്ഛനും ഇളയ മോനും തന്ന സമ്മാനോ രണ്ടുപേരോട് പിടിച്ചു വെച്ച് അടിച്ചത് ആണ്. രണ്ടുപേരോട് പിടിച്ചു വെച്ച് അടിച്ചതാ. മാലയും പൊട്ടി ഇവിടുന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞില്ലേ? മുരുകൻ ഉണ്ടാക്കിയിട്ടതല്ല, നാടുമില്ലേ, നാടും മാനം ഉണ്ടെങ്കിൽ ഇറങ്ങിപ്പോ. ഞാനായതിനെല്ലാം പ്രശ്നം എൻ്റെ പ്ലാനിങ് ആയിരുന്നു, എനിക്കറിഞ്ഞൂടെ. എന്തൊക്കെ പറഞ്ഞൊരു കൊച്ചു പിടിച്ച് ചീത്ത കുറെ ചീത്ത പിടിച്ച് നിന്റെ കഥവും ഇവിടെ പിടിച്ചുകൊണ്ട് എന്തൊക്കെ മാറും പറഞ്ഞവർ രണ്ടടി കാണിച്ച്
നിന്നെ ആരൊക്കെ അടിച്ചത്? ലീഗലി പോവാം. നിന്നെ ഗർഭിണിയായിരുന്നപ്പോൾ ആരൊക്കെ അടിച്ചത്? പറ. എന്റെ വയറെന്ന് പറഞ്ഞാൽ വിളിച്ചിട്ട് പോലെ എത്ര എണീറ്റ് മുതുകത്തെ വയറ്റിലാണ് കിട്ടി. ഒരു മക്കൾ ഇങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അച്ഛനും അമ്മയും ഞാൻ പറയുക, ഇത് കേൾക്കാൻ വേണ്ടി പറയുക, സങ്കടമുള്ളതുകൊണ്ട് പറയുക, 2 മക്കളെ ഒരേ രീതി സ്നേഹിക്കണം. അപ്പോൾ ഇതിൽ പ്രവീണും അതുപോലെ തന്നെ മൃദുലയും വളരെ ഭയങ്കര ഇമോഷണൽ ആയിട്ട് അവരെ അടിക്കും. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, മൃദുലേനെ പ്രസവിക്കാനായി 5 ദിവസത്തോളം മാത്രം ബാക്കിയുള്ള സമയത്താണ് വയറ്റിനെ ചവിട്ടുമൊക്കെ ചെയ്തേക്കുന്നത്. ഇത് അത്രയും മോശം രീതിയിലുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഡൊമസ്റ്റിക് വയലൻസ് ആണ് ഇവിടെ നടന്നേക്കുന്നത്. ഇങ്ങനെയുള്ള വയലൻസും കാര്യങ്ങളൊക്കെ ഇതിൽ എന്തായാലും നടപടി എടുക്കുക തന്നെ വേണം. അല്ലാതെ വീട്ടിലുള്ളതാണ് അല്ലെങ്കിൽ അച്ഛനും അമ്മയാണ് നോക്കിയിട്ട് ഇതിന്റെ കാര്യമൊന്നുമില്ല. അത്രയും കലിവില്ലാത്ത ആൾക്കാർക്ക് മാത്രമേ, ദയയും ദാക്ഷിണ്യവും ഇല്ലാത്ത ആൾക്കാർക്ക് മാത്രം, അവർ മാത്രമേ ഇങ്ങനെ ചെയ്യത്തുള്ളൂ എന്നേ ഞാൻ പറയത്തുള്ളൂ. അവർക്കൊന്നും ചിന്തിക്കാനുള്ള ശേഷി ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല. അങ്ങനെയുള്ള അത്രയും ദാക്ഷിണ്യം ഇല്ലാത്ത ആൾക്കാർ ചെയ്യുന്ന പ്രവൃത്തിയാണ് ഇവർ ചെയ്തേക്കുന്നത്. ഇതിന് നമുക്ക് ഇനി എന്തൊക്കെ നാളെ അവർ വന്നിട്ട് വേറെ എന്ത് വീഡിയോ ഇട്ടു എന്ന് പറഞ്ഞാലും ഈ ചെയ്ത കാര്യങ്ങൾ, ഇപ്പം ഈ വെച്ച തെളിവുകൾ അനുസരിച്ച് ഈ ചെയ്ത കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് എന്ത് പറഞ്ഞാലും, നിങ്ങൾ വാക്കുകൾ കൊണ്ട് എന്ത് ഇനി വന്ന് പറഞ്ഞാലും, നിങ്ങൾ എന്തൊക്കെ തെളിവുകൾ നിരത്തിയാലും, ഈ തന്ന തെളിവുകളും കാര്യങ്ങൾക്കും നിങ്ങൾക്ക് എന്താ പറയാ, ഒരു മാപ്പില്ല എന്ന് പറയണത് പോലെ ആയിപ്പോവും. കാരണം നിങ്ങളുടെ മക്കളുടെ, നിങ്ങൾക്കും ഉണ്ട് മക്കള്, അവര് നല്ല രീതിയിൽ നോക്കും കാര്യങ്ങളും ചെയ്യാതെ അവരെ ഇങ്ങനെ ഒരുമാതിരി എന്താ പറയണത്, ഇപ്പം ഈ ചില ഫാമിലീസിലൊക്കെ ഉണ്ട് 2 മക്കളുണ്ടെങ്കിൽ അല്ലെങ്കിൽ 3 മക്കളുണ്ടെങ്കിൽ ചില ആൾക്കാരോട് മാത്രം ഭയങ്കര സ്നേഹമായിരിക്കും, അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് പെൺകുട്ടികളോട് ഭയങ്കര ഇതുണ്ടാവില്ല, ആമ്പിള്ളേരോടായിരിക്കും ഭയങ്കര സ്നേഹം. അപ്പൊ അങ്ങനെയുള്ള കുടുംബങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട്, പണ്ടത്തെ ആൾക്കാർ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയണത്, അതുപോലൊരു കുടുംബമായിരിക്കാം, അല്ലെങ്കിൽ അതുപോലുള്ള ഒരു മെന്റാലിറ്റിയുള്ള ആൾക്കാരായിരിക്കാം ഇവരും. അതിലെടുത്ത് പറയുന്നുണ്ട് 2 മക്കളെ ഒരുപോലെ തന്നെ കാണണം. അല്ലാതെ ഒരാൾ കൊച്ചുവിനെ മാത്രം ഭയങ്കരമായിട്ട് സ്നേഹിച്ചിട്ട് അവന് മാത്രം ഇതാക്കി നടന്നിട്ട്, ഇപ്പം മൃദുലക്കാണെങ്കിൽ അവിടെ വന്ന ശേഷം നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലൊന്നും അല്ല കാര്യങ്ങൾ. വളരെ മോശം രീതിയിലാണ് ഇവരുടെ അവസ്ഥ. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും മര്യാദയ്ക്ക് മിണ്ടാറ് പോലും ഇല്ല എന്നാണ് പറയുന്നത്. മൃദുലയാണെങ്കിൽ ആ വീട്ടിൽ എന്തെങ്കിലും തീരുമാനങ്ങളോ സംസാരിക്കുകയോ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് മൃദുല അവരുടെ റൂമിലാണ് ഇരിക്കുക. അതുപോലെ തന്നെ ഈ തല്ലാൻ വരുന്ന സമയത്ത് ഈ അച്ഛൻ പറയുന്നുണ്ട്, പ്രവീണ് മൃദുലയോട് പറയുന്നുണ്ട്, നീ റൂമിൽ പോയി ഇരിക്കുക എന്ന് പറയുന്ന സമയത്ത് പറയുന്നുണ്ട്, നിനക്ക് ഇവിടെ റൂമൊന്നുമില്ല, റൂമിലേക്ക് പോകാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അത്രയും മോശം രീതിയിൽ പറയുന്നുണ്ട്. നീ ഇവിടെ വന്ന് കയറിയതിന് ശേഷമാണ്. കഴിഞ്ഞ ദിവസം ഒരുപാട് പേര് കമന്റ് ഇട്ടൊരു കാര്യമാണ് മൃദുലേനെ പറ്റിയിട്ട്, അതായത് വന്ന് കയറിയതിന് ശേഷമാണ്. ഇപ്പോഴും ഇൻസ്റ്റാഗ്രാം എടുത്തു നോക്കിയാലും യൂട്യൂബ് എടുത്തു നോക്കിയാൽ അവിടെ കിടപ്പുണ്ടാ കമന്റ്. നിങ്ങൾ കമന്റ് ഇട്ട ആൾക്കാരോടും കൂടിയാണ് ഞാൻ പറയുന്നത്, ഒന്നും അറിയാതെയാണ് നിങ്ങൾ വന്ന് കമന്റ് ഇട്ടത്. ഒരു ഭാഗവും കേൾക്കാതെ, ഒരു എന്താ പറയേണ്ടത്, എത്രത്തോളം ഓൾറെഡി അവരുടെ വീട്ടിൽ നിന്ന് ഇത്രയും അനുഭവിച്ചിട്ട് ഇത്രയും കൊണ്ടിട്ട് അവർ പുറത്തൊരു കാര്യം പറഞ്ഞിട്ടില്ല. പോലീസ് സ്റ്റേഷന്റെ മുൻപിൽ വരെ പോയിട്ടും അവരത് പറയാതെയാണ് എവിടത്തേക്ക് പോയത്, തിരിച്ചു പോയത്, അവരുടെ അച്ഛനും അമ്മയല്ലേ എന്ന് വിചാരിച്ചിട്ട്. അപ്പൊ അങ്ങനെ നിന്ന ആൾക്കാർ, അവർ കുറച്ചും കൂടി മെച്ചൂർഡായിട്ട് പെരുമാറിയത് അവർ തന്നെയാണ്. അവർക്കാണ് കുറച്ചും കൂടി സ്നേഹം ഉണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ അതേ ആൾക്കാർ ഇത്രയും അനുഭവിച്ച ശേഷവും ഇവരൊന്നും പറയാനോ നിൽക്കാനോ വരാത്ത ആൾക്കാർ, അവർ ആദ്യത്തെ വീഡിയോയിൽ ഇവരെ പറ്റി ഒരു കുറ്റവും പറഞ്ഞിട്ടുമില്ല. അതേ ആൾക്കാർക്കെതിരെ നിങ്ങൾ കമന്റ് പോയിട്ട് മൃദുലനെ പറ്റി ഇത്രയും മോശം രീതിയിൽ കമന്റ് ഇട്ട ആൾക്കാർ, നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക. ഇന്ന് പോയിട്ട് ഇപ്പം കമന്റ് ഇടുന്നുണ്ട്, അയ്യോ ഞാൻ ഇന്നലെ ഇങ്ങനെ കമന്റ് ഇട്ട് പോയി, അങ്ങനെ ആയിപ്പോയി, ഇങ്ങനെ ആയിപ്പോയി. ഇതാണ് പറയണത്, എടുത്ത് ചാടിയിട്ട് ബാക്കിയുള്ളവരുടെ കാര്യത്തിലേക്ക് ഓവറായിട്ട് ഒബ്സസ്ഡ് ആയിട്ട് കമന്റുകളും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് കേൾക്കുന്നതിനിടയ്ക്ക് പോയി അവിടെ കമന്റ് ഇട്ടു, അവിടുന്ന് കേൾക്കുന്നതിനിടയ്ക്ക് പോയിട്ട് ഇവിടെ കമന്റ് ഇട്ടു. ഇങ്ങനെ കേൾക്കുന്ന സമയത്ത് അവരുടെ ഒരു മെന്റാലിറ്റി, ഇത് കാണുന്ന അവർക്കാണത് ഫീൽ ആവുക, നമുക്കല്ല. അതൊന്ന് നിങ്ങൾ മനസ്സിലാക്കാം. അപ്പൊ ഇവരിതിൽ കുറച്ച് കാര്യങ്ങളൂടി പറയുന്നുണ്ട്, നമുക്ക് അതുകൂടി ഒന്ന് കേട്ടിട്ട് വരാം. ഇതിനകത്തൊരു അവസ്ഥ ഒരു പെണ്ണിന് വന്നിട്ടുണ്ടാവില്ല, ഉറപ്പാ. അതും അത്ര അടി നടന്നപ്പോ ഏട്ടൻ പറഞ്ഞു ഇപ്പൊ റൂമിൽ പൊക്കോളാൻ പറഞ്ഞപ്പോ ഏത് റൂം, ഇവിടെ ആർക്കും റൂമൊന്നുമില്ല, വീട്ടിൽ നിന്ന് ഇറങ്ങി പൊക്കോളാം. പിന്നെ ചോദിച്ചു 7 മാസം കഴിഞ്ഞ പെണ്ണിന്റെ വീട്ടിലല്ലേ പോയി നിക്കണ്ടേ, എന്തിനാ വന്നേന്ന് ചോദിക്കുമല്ലോ. പച്ച ചീത്ത എവിടെ വിളിച്ചത്, പച്ച ചീത്ത. നീ ഇത് കാണുന്നുണ്ടെങ്കിൽ ഒരിക്കലും. നിങ്ങൾ കണ്ടല്ലോ 7 മാസം ഞാൻ പോയപ്പോ കരയുന്നത് പോലെ അഭിനയിച്ചത്. എന്നിട്ട് ഇന്നിപ്പോ ചോദിക്കുക 7 മാസം കഴിഞ്ഞ പെണ്ണ് അവിടെ അല്ലേ നിക്കണ്ടേ, എന്തിനാ അവളെ ഇവിടെ വന്ന്, ഞാൻ വഴക്കുണ്ടാക്കാൻ വേണ്ടി വന്നത്, വീഡിയോ എടുക്കാനും പ്രൊമോഷൻ എടുക്കാനും എല്ലാത്തിനും കൂടെ വന്നത്. അത് അവനൊന്നും അറിയണ്ട, ഏട്ടാ കാര്യങ്ങൾ ഏട്ടനെ നോക്കുന്നു. അപ്പൊ ഇതിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് കൊച്ചു വളരെ മോശം രീതിയിൽ ചീത്ത വിളിച്ചിട്ടുണ്ട് മൃദുലേനെ എന്ന് പറയുന്നുണ്ട്. അതെങ്ങനെ, കാരണം നമ്മൾ
ഇത്രയും നാളും വീഡിയോ കാണുന്ന സമയത്ത് അവര് ഭയങ്കര ചേച്ചി അനിയൻ എന്ന് പറഞ്ഞ് ഭയങ്കര സ്നേഹം കാര്യങ്ങള്. അതേ കൊച്ചു തന്നെയാണ് വളരെ മോശം രീതിയിൽ മൃദുലേന്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണില്ല. കാരണം ഒരിക്കലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ്, ഒരിക്കലും യോജിക്കാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ്. അപ്പം ആള് ഗർഭിണി കൂടിയാണ്, അത്രയും സ്ട്രെസ് കാര്യങ്ങളൊക്കെ ഇതായിട്ടായിരിക്കാം ചിലപ്പോൾ വാട്ടർ ബ്രേക്ക് ചെയ്തിട്ട് ആ ഒരു പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോകേണ്ട അവസ്ഥയും കാര്യങ്ങളൊക്കെ വന്നത്. അതുപോലെ അവർ പറയുന്നുണ്ട് വെറും 2-3 ദിവസം മാത്രമുള്ള സമയത്ത് അവർ കാറിൽ വന്നിരുന്നിട്ട് ഇപ്പം പറയുന്നുണ്ടല്ലോ, കാറിൽ വന്നിരുന്നിട്ട് സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അവസ്ഥ. അതൊക്കെ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. എനിക്കത് ഒരിക്കലും എന്താ പറയുന്നത് ആലോചിക്കാൻ കൂടി വയ്യ. അപ്പോൾ വീടും കാര്യങ്ങളും ഇല്ല, അഡ്രസ് ഇല്ല എന്നൊക്കെ പറയുന്നത് അവരിപ്പോഴും പറയുന്നത് അഡ്രസ് ഇല്ലാത്ത അവസ്ഥ തന്നെ ആയിരുന്നു എന്നാണ്. അപ്പോൾ അത് നമ്മൾ കേട്ട് കഴിഞ്ഞു. അമ്മ പറയുന്നുണ്ട് അതിൽ, നിനക്ക് ഇവിടെ അഡ്രസ് ഇല്ല, നിനക്ക് വീടില്ല, നിനക്ക് ഒന്നുമില്ല, ചടയമംഗലത്ത് വീടില്ല, അമ്മയില്ല, ആരുമില്ല എന്നൊക്കെ അമ്മ തന്നെ പറയുന്നു, കേട്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അമ്മ അടുത്ത വീഡിയോയിൽ അവർ വന്നിട്ട് ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല എന്നും പറഞ്ഞു. അപ്പോൾ ഈ വീഡിയോയിൽ അതുപോലെ തന്നെ മൃദുല പറയുന്ന കാര്യമാണ്, ഈ വളകാപ്പിന്റെ സമയത്ത് നമ്മൾ നേരത്തെ വെച്ച വീഡിയോ, വളകാപ്പിന്റെ സമയത്ത് വളരെയധികം കരഞ്ഞു ഭയങ്കരമായിട്ട് നിന്ന ആൾക്കാരാണ് കുറച്ച് കഴിഞ്ഞിട്ട് വന്നിട്ട് മൃദുലേനോട് പറഞ്ഞു എന്ന് പറയണത്, 7 മാസം കഴിഞ്ഞാൽ നിന്റെ വീട്ടിലല്ലേ നിൽക്കണേ, നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് എന്നുള്ള രീതിയിൽ സംസാരിച്ചു. അങ്ങനെ അതുപോലെ തന്നെ കൊച്ചു ഭയങ്കര മടിയും കാര്യങ്ങളൊക്കെ ഉള്ള ആളാണ്, ഒരിക്കലും വീഡിയോസ് ചെയ്യാനും കൂടുതൽ കാര്യങ്ങളൊക്കെ ഒന്നും ചെയ്യുന്നും കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ എന്നിട്ട് പോലും പ്രവീണാണ് എല്ലാ കാര്യങ്ങളും നോക്കി കാര്യങ്ങളൊക്കെ ചെയ്താലും അതിന്റെ പകുതി പൈസ, ഇതിൽ നിന്ന് കിട്ടുന്ന പകുതി പൈസ കൊച്ചുവിന് കൊടുക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതും പ്രശ്നമില്ല. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ വിചാരിച്ച ആളല്ല ഈ ആളുടെ അനിയൻ എന്ന് പറയുന്ന പ്രണവ് എന്ന് പറയുന്നത്. ഇന്നലെ വരെ മൃദുലേനെ കുറ്റം പറഞ്ഞുകൊണ്ട് നടന്നിരുന്ന ആൾക്കാർ ഇപ്പൊ അവിടെ പോയിട്ട് കൊച്ചുവിനെ കുറ്റം പറയുന്നുണ്ടോ? അപ്പൊ ഇനിയിപ്പോ അവരെന്തെങ്കിലും വീഡിയോ ഇടുന്ന സമയത്ത് നിങ്ങൾ ചിലപ്പോൾ വന്നിട്ട് ഇവരെയും കുറ്റം പറയുമായിരിക്കും. ഇപ്പൊ ഇത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പക്ഷെ ഇനി എങ്ങനെ പോയിക്കൊണ്ടിരുന്നാലും ശരി, എനിക്കിതിൽ മൊത്തത്തിൽ പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ഗർഭിണി ആയിരിക്കണ സമയത്ത് ഇവരുടെ ഭർത്താവിന്റെ വീട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടായ ഈ കാര്യങ്ങൾ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അതിന് എന്തൊക്കെ പറഞ്ഞാലും ശരി, ഇതിന് ലീഗലായിട്ട് ഇവർ പോകണമെന്ന് മാത്രമേ ഞാൻ പറയത്തുള്ളൂ. ശരിക്കും നടന്ന കാര്യങ്ങളും തെളിവുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം ഇങ്ങനെയാണെങ്കിൽ, ശരിക്കും നടന്നത് ഇങ്ങനെയാണ് എങ്കിൽ അവരുടെ തെളിവുകൾ വെച്ച് നോക്കുന്ന സമയത്ത് ലീഗലി മൂവ് ചെയ്യേണ്ട വിഷയമാണ്. കാരണം ഇവിടെയൊക്കെ ഭയങ്കരമായിട്ട് പ്രവീണെ തല്ലിയിട്ടൊക്കെ കാണുന്നുണ്ട്. കൊച്ചു വന്ന് പിടിച്ച് പ്രവീണെ വെച്ചിട്ട് അതുപോലെ തന്നെ അച്ഛൻ തല്ലിയെന്നും അച്ഛൻ വളരെ മോശം രീതിയിലുള്ള ചീത്തയാണ് വിളിക്കണേ, മൃദുലേനെ അടക്കം. അത് നമ്മളൊക്കെ കേട്ടു. നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. ഭയങ്കര ഷോക്ക്ഡ് ആയതാണ്, എല്ലാവരും ഷോക്ക്ഡ് ആയാണ് ഈ വീഡിയോ കണ്ടത്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഇതിന് ഈ വന്ന കാര്യങ്ങളും ഈ തെളിവുകളും വെച്ച് നോക്കുന്ന സമയത്ത് നമ്മൾ വിചാരിക്കണ പോലെയല്ല ആൾക്കാർ ഒന്നും. ഓക്കെ, ഇപ്പം ഇനി എന്ത് വീഡിയോ ആണെങ്കിലും ശരി, നിങ്ങൾ പൂർണ്ണമായിട്ടും ഈ കാണുന്ന കാര്യങ്ങളെല്ലാം ശരിയാണ്, ഈ ഫാമിലി വ്ളോഗേഴ്സിന്റെ വീഡിയോസ് കാണുന്ന സമയത്ത് എല്ലാം അങ്ങനെ തന്നെയാണ് എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നിങ്ങൾ അങ്ങനെ നിന്നാൽ അങ്ങനെ അല്ല ശരിക്കുള്ള കാര്യങ്ങൾ. ഇനി എത്രയൊക്കെ റിയലിസ്റ്റിക് ആണെന്ന് പറഞ്ഞാലും ഒരു ഇച്ചിരിയെങ്കിലും അഭിനയിക്കുന്നുണ്ടാവും അവര്. അപ്പൊ അത് നിങ്ങളൊന്നും മനസ്സിൽ വെച്ചിട്ട് ഇനിയെങ്കിലും സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞിട്ട് പല ആൾക്കാരും പോയിട്ട് ഇവരുടെ പേഴ്സണൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഭയങ്കര ത്വരയായിരുന്നു. ഇപ്പൊ എല്ലാവർക്കും സമാധാനമായി കാണുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും അത്രയും നല്ല രീതിയിൽ പൊക്കോണ്ടിരുന്ന ഒരു ഫാമിലി ആണ് എന്ന് നമ്മൾ വിചാരിച്ചു. പക്ഷെ അങ്ങനെയല്ല. ഇവരുടെ യഥാർത്ഥത്തിലുള്ള ശരിക്കും എന്താണെന്നുള്ളത് ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ പുറത്തു വരുന്നത്. ഇത്രയും നാൾ കണ്ടത് നമ്മൾ റിയൽ ലൈഫ് മാത്രമാണ്. റിയൽ ലൈഫ് നമ്മൾ ഇപ്പോഴാണ് അവരുടെ ഇത് കാണുന്നത്. അത് നിങ്ങൾ എപ്പോഴും മനസ്സിൽ വെക്കുക. ഇത്രയും നാൾ കണ്ടത് റിയൽ ലൈഫ് അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടേക്ക് ചിലപ്പോൾ നമ്മൾ കാണുന്ന കാര്യങ്ങൾ ഇതൊരു എന്താ പറയേണ്ടത്, ഇത് കണ്ടിന്യൂ ചെയ്ത് ചിലപ്പോൾ പോവുമായിരിക്കും. ഇനി ലീഗലായിട്ട് അവർ പോകുമല്ലോ എന്നൊന്നും അറിഞ്ഞുകൂടാ. പക്ഷെ നമുക്ക് കണ്ടറിയാം. അപ്പൊ ഇത് കണ്ടിട്ട് ഇപ്പൊ നമുക്ക് ആരുടെ ഭാഗത്ത് നിൽക്കണം എന്ന് ചോദിച്ചാൽ, ഈ ഒരു വിഷയത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ള ഒരു കാര്യം, ഈ വന്ന തെളിവുകളും കാര്യങ്ങളും വെച്ച് നോക്കുകയാണെങ്കിൽ മൃദുലേനോട് കാണിച്ച കാര്യങ്ങൾ അത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ്. എന്തൊക്കെ പറഞ്ഞാലും ശരി, ഈ വന്ന തെളിവുകൾ അനുസരിച്ച് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ്. ലീഗലി മൂവ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഒരു കുറച്ചെങ്കിലും ദയയും ദാക്ഷിണ്യവും ഉള്ള ആൾക്കാർ കാണിക്കുന്ന പരിപാടിയല്ല ഇത് കാണിച്ചേക്കുന്നത്. ഈ സ്വമേധയാ പോലീസ് കേസ് എടുക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ. എന്തായാലും വീഡിയോസിൽ തെളിവുകൾ അടക്കം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ പ്രവീൺ അതിൽ പറയുന്നുണ്ട്, ഇനി എനിക്ക് എൻ്റെ ഡ്രസ്സ് കാര്യങ്ങൾ എല്ലാം ഉണ്ട് ആടാ, അതൊക്കെ എടുക്കാൻ പോകണം, വീട്ടിൽ പോകണമെങ്കിൽ ഓൾറെഡി പോലീസിൽ എന്തെങ്കിലും പറഞ്ഞിട്ട് പോകേണ്ടി വരും, പ്രൊട്ടക്ഷനോ കാരണം എടുത്തിട്ട് പോകേണ്ടി വരും. കാരണം അല്ലെങ്കിൽ എന്താ പറയുക, അല്ലെങ്കിൽ അവരിനി ഇപ്പം ഓൾറെഡി നമ്മൾ കണ്ടതാണ് അവിടെ കൈക്കും കാലിനൊക്കെ പൊട്ടിയിട്ടും ചുണ്ടിനൊക്കെ പൊട്ടിയതൊക്കെ. ആ രീതിയിൽ ചെയ്ത ആൾക്കാർ ഇനിയിപ്പോൾ രണ്ടാമത് പോകുമ്പോൾ ഈ ദേഷ്യത്തിൽ ഇനി എന്തെങ്കിലും ചെയ്യില്ല എന്ന് പറയാൻ പറ്റില്ല എന്നൊക്കെയാണ് പ്രവീണ് പറയുന്നത്.
അതുകൊണ്ട് തന്നെ പ്രവീൺ എന്തായാലും ലീഗലി മൂവ് ചെയ്യുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് കണ്ടറിയാം. അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും താഴെ കമന്റ് ചെയ്യാം. എന്തായാലും മൃദുലേന്റെ അടുത്ത് കാണിച്ചത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്, ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അത് ബാക്കിയുള്ള ഇവരുടെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് കണ്ടറിയാം. അതുപോലെ ഇനി കൊച്ചുവിന്റെ അവരുടെയും വീഡിയോ വരുമോ എന്നൊക്കെ നമുക്ക് കണ്ടറിയാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.